തള്ളിക്കളയാനാവില്ല. ഞങ്ങൾ മത്സരിച്ചേക്കും. ബി.ജെ.പിയെ മാറ്റി നിർത്താൻ എൽ.ഡി.എഫും യു.ഡി.എഫും മഞ്ചേശ്വരത്ത് ഒരു പൊതു സ്ഥാനാർത്ഥിയെ ബി.ജെ.പിക്ക് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണക്കും. അതിനവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഒരു ചർച്ചയാണ്. ഇപ്പോൾ SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് നമുക്കൊപ്പം ചേരുന്നു. എല്ലാ സീറ്റിലും മത്സരിക്കുമോ അതോ LDF-നെയോ UDF-നെയോ പിന്തുണയ്ക്കുമോ? പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചതുപോലെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് എല്ലാ സീറ്റിലും പിന്തുണക്കുക എന്ന നിലപാടിലേക്ക് പോകാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. പരമാവധി സീറ്റുകളിൽ മത്സരിക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും UDF-നെ പിന്തുണക്കാൻ തീരുമാനിച്ചു. ആ പിന്തുണ വേണ്ടതില്ല എന്ന് പിന്നീട് UDF പറഞ്ഞു. അതിനുശേഷമാണോ ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നൊരു തീർപ്പ് SDPI എടുത്തത്? അല്ലല്ല, അത് അന്നത്തെ രാഷ്ട്രീയ നിലപാടതായിരുന്നു. SDPI ദേശീയ തലത്തിലെടുത്ത നിലപാടിൻ്റെ ഭാഗമായാണ് കേരളത്തിലും UDF-നെ പിന്തുണച്ചത്. അത് അന്നത്തെ നിലപാടായിരുന്നു. ഇത് പുതിയ രാഷ്ട്രീയ സാഹചര്യം. അന്നത്തെ ഇന്ത്യ മുന്നണി സഖ്യമോ അത് എന്നും ഇന്ന് കേരളത്തിൽ നിയമസഭയിലില്ലല്ലോ. മഞ്ചേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP-യെ തോൽപ്പിക്കാനുള്ളൊരു നിലപാട് SDPI സ്വീകരിക്കാറുണ്ട്. അത്തരം ഒരു നിലപാട് ഇത്തവണ ഉണ്ടാവും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ട്. BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് CPM-നെ പിന്തുണച്ചിട്ടുണ്ട്, ശിവൻകുട്ടിയെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണമെന്ന് പാർട്ടി ആലോചിക്കുന്നുണ്ട്. 11 സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്താണ്, 9 സീറ്റിൽ അവർ രണ്ടാം സ്ഥാനത്തുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ LDF-ഉം UDF-ഉം അവരുടെ ഫാസിസ്റ്റ് വിരുദ്ധത സത്യസന്ധമാണെങ്കിൽ, അത് യാഥാർത്ഥ്യബോധത്തോടുള്ളതാണെങ്കിൽ LDF-ഉം UDF-ഉം ചുരുങ്ങിയത് കേരളത്തിൽ BJP ജയിച്ചു വരാൻ സാധ്യതയുള്ള ഒരു 10 മണ്ഡലങ്ങളിലെങ്കിലും പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി LDF-ഉം UDF-ഉം പൊതു സ്ഥാനാർത്ഥിയെ പിന്തുണക്കണം. അങ്ങനെ വരുമ്പോൾ ഞങ്ങളും ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ തയ്യാറാണ്. അവർ BJP വരുന്നതിൽ വരട്ടെ, ഞങ്ങൾക്കത് ബാധകമല്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവരെ ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ വിജയിപ്പിക്കാനുള്ള ഒരു തീരുമാനവുമായി SDPI മുന്നോട്ട് പോകില്ല. അതിനർത്ഥം മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്? തള്ളിക്കളയാനാവില്ല, ഞങ്ങൾ മത്സരിച്ചേക്കും. ബി.ജെ.പിയെ മാറ്റി നിർത്താൻ LDF-ഉം UDF-ഉം മഞ്ചേശ്വരത്ത് ഒരു പൊതു സ്ഥാനാർത്ഥിയെ ബി.ജെ.പിക്ക് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണക്കും. അതിനവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും.